KPCC പുനഃസംഘടന കൊണ്ട് എന്താണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടത്? കോൺഗ്രസിന് വേണ്ടി കേരളത്തിൽ എല്ലാ ജില്ലകളും സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. സുനിൽ കനൂഗുലു തയ്യാറാക്കിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് UDFിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ. കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. കോൺഗ്രസിൻ്റെ നട്ടെല്ല് എന്ന് വെച്ചാൽ അവിടുത്തെ ക്രൈസ്തവ വോട്ടുകളായിരുന്നു. ആ വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസിൽ നിന്ന് അകന്നുപോയി. അതിൽ ഒരു കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ട് LDFിൽ എത്തിയതാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ട് അത് പരിഹരിക്കാം എന്നായിരുന്നു UDF നേതൃത്വം കരുതിയത്. പക്ഷേ അത് പാളിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ വോട്ടുകളെ, നഷ്ടപ്പെട്ട ക്രൈസ്തവ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് മറ്റൊരു വെല്ലുവിളി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നത്. അത് ക്രൈസ്തവ വോട്ടർമാർ BJPയോട് അടുക്കുന്നു, സഭാ നേതൃത്വം BJPയോട് അടുക്കുന്നു. വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ കോൺഗ്രസ് അതിന് ഒരു പോംവഴി കണ്ടത്. കേരളത്തിലെ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഒരു ക്രൈസ്തവ നേതാവ് ഉണ്ടായിരുന്നു. AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നിങ്ങനെ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവ് എല്ലാ കാലത്തും കോൺഗ്രസിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ആ വിടവ് അതുപോലെ നിൽക്കുകയാണ്. ഒരു ക്രൈസ്തവ നേതാവ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. അതിന് ഒരു വഴിയായിട്ടാണ് KPCC പുനഃസംഘടന നടത്തുന്നതും ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെ KPCC പ്രസിഡന്റാക്കുന്നതും. പ്രത്യേകിച്ച് മധ്യ കേരളം, അവിടെയാണ് ക്രൈസ്തവ വോട്ടർമാർ ഏറെയുള്ളത്. ക്രൈസ്തവ വോട്ടർമാർ ഏറെയുള്ള മധ്യ കേരളത്തിൽ നിന്ന് തന്നെ KPCC പ്രസിഡന്റ് വരണം എന്നായിരുന്നു ഹൈക്കമാൻഡ് ആഗ്രഹിച്ചതും. അതിനുവേണ്ടി ആന്റോ ആന്റണിയെ കണ്ടെത്തുകയും ആന്റോ ആന്റണിയുമായി ചർച്ച നടത്തുകയും ആന്റോ ആന്റണി സമ്മതം മൂളുകയും ഒക്കെ ചെയ്തതാണ്. ഹൈക്കമാൻഡ് ആ തീരുമാനത്തിൽ എത്തിയതാണ്. എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നു ആന്റോ ആന്റണി തന്നെയായിരിക്കും KPCC പ്രസിഡന്റ് എന്ന്. എന്നാൽ അത് നടന്നില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മലബാറിൽ നിന്നുള്ള ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട സണ്ണി ജോസഫാണ് വന്നത്. എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഗുണമുണ്ടാകില്ല. കാരണം മധ്യ കേരളത്തിൽ സണ്ണി ജോസഫിന് യാതൊരു ബന്ധവുമില്ല. മധ്യ കേരളത്തിലെ ക്രൈസ്തവ സഭ നേതൃത്വവുമായും സണ്ണി ജോസഫിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഗുണമുണ്ടാകില്ല എന്ന് മാത്രമല്ല, തിരിച്ചടി നേരിടുകയും ചെയ്യും. തിരിച്ചടി ആന്റോ ആന്റണിയെ അപമാനിച്ചു, ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റാക്കും എന്ന് പറഞ്ഞ് വലിയ തോതിൽ പ്രചാരണം നടത്തി. മാധ്യമങ്ങളിൽ വാർത്ത വന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആന്റോ ആന്റണിയുമായി ചർച്ച നടത്തി. അങ്ങനെ എല്ലാം ഒരുങ്ങിയതായിരുന്നു. അവസാന നിമിഷമാണ് അട്ടിമറിക്കപ്പെട്ടത്. ആന്റോ ആന്റണി പുറത്ത്, സണ്ണി ജോസഫ് അകത്ത്. മലബാറിൽ ക്രൈസ്തവ വോട്ടിന് സ്വാധീനമില്ല എന്നല്ല പറയുന്നത്, സ്വാധീനമുണ്ട്. എന്നാൽ മധ്യ കേരളത്തിലേതുപോലെ അത്ര വലിയ ഒരു വോട്ട് ബാങ്കല്ല മലബാറിൽ ക്രൈസ്തവർ. പക്ഷേ മധ്യ കേരളത്തിൽ അങ്ങനെയല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ 2021 എറണാകുളത്ത് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം എല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. ആ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് BJP കടന്നു കയറുന്നത്. ഇത് തടയണമെങ്കിൽ ഒരു നേതാവ് കോൺഗ്രസിനകത്ത് ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരണം. അത് മധ്യ കേരളത്തിൽ നിന്നായിരിക്കണം. പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നായിരിക്കണം. ഇതായിരുന്നു ഹൈക്കമാൻഡ് കണക്കുകൂട്ടിയതും സുനിൽ കനൂഗുലു ഹൈക്കമാൻഡിനെ നൽകുകയും ചെയ്തത്. അത് അട്ടിമറിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ കോൺഗ്രസ് പുനഃസംഘടന കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കാതെ പോയി. അതിൽ വലിയ അതൃപ്തിയുണ്ട് VD സതീശന്. VD സതീശൻ നിർദ്ദേശിച്ച പേര് ആന്റോ ആന്റണിയാണ്. ആ പേരാണ് വെട്ടി സണ്ണി ജോസഫിലേക്ക് വന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ KPCC പ്രസിഡന്റായി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സംഘടനാപരമായി അതൊരു ഗുണവും ചെയ്യില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അറിയില്ല, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല. K മുരളീധരൻ പറയുന്നത് പോലെ ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആളാണ് സണ്ണി ജോസഫ്. അദ്ദേഹത്തെയാണ് KPCC പ്രസിഡന്റാക്കുന്നത്. അതുകൊണ്ട് പുനഃസംഘടന കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് മുഴുവൻ പാളിയിരിക്കുന്നു. ആദ്യ തിരിച്ചടി കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. VD സതീശൻ ക്യാമ്പ് വലിയ അതൃപ്തിയിലാണ്. അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ എല്ലാ ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പരാജയം വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം
മുഴുവൻ വി ഡി സതീശന്റെ തലയിൽ വീഴും. കാരണം വി ഡി സതീശൻ പറഞ്ഞിട്ടാണ് പുനഃസംഘടന നടത്തിയത് എന്ന് വരികയും ചെയ്യും. പക്ഷേ വി ഡി സതീശൻ ആരെയാണോ KPCC പ്രസിഡന്റായി നിശ്ചയിച്ചത് അദ്ദേഹം വന്നതുമില്ല. അത് മധ്യ കേരളത്തിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ആ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ ക്രൈസ്തവ മതവിഭാഗം എങ്ങനെ പ്രതികരിക്കും എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഒരു കാര്യം പറയാം, എന്താണോ ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചത്, എന്താണോ കോൺഗ്രസ് ലക്ഷ്യമിട്ടത്, അത് പാളിയിരിക്കുന്നു. പുനഃസംഘടന കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. അത് പറയുന്നത് മറ്റാരുമല്ല, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്.